ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി എലിശ്ശേരി റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ മത്തങ്ങയും മൺപയറും വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഇഷ്ടമില്ലാത്ത മലയാളികൾ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ അല്ലേ. സദ്യകളിലൊക്കെ മെയിനായിട്ടുള്ളൊരു ഐറ്റം തന്നെയല്ലേ ഇത്, നമ്മുടെ ഈ ഒരു എലിശ്ശേരി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു എലിശ്ശേരി എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, എന്നാലും ഞങ്ങളുടെ നാട്ടിലുള്ള സ്റ്റൈലാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതേ നല്ല മത്തനാണ് കേട്ടോ, ഇളം മത്തനാണ് ഇത്. പിന്നെ വേവിച്ച വൻപയർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഏകദേശം ഒരു കപ്പോളം വേവിച്ച് വെച്ച വൻപയറുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ മത്തങ്ങ തൊലിയൊന്നും കളയുന്നില്ല, ഇളം മത്തങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊലി കളയാണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഈ നടുക്ക് ഉള്ള ഭാഗങ്ങൾ മാത്രമേ, കുരുവിൻ്റെ ആ ഭാഗങ്ങൾ മാത്രമേ കളയുന്നുള്ളൂ. എന്നിട്ട് നമുക്കിതിങ്ങനെ ഞാൻ നന്നായി കഴുകിയെടുത്തു. ഇനി നമുക്ക് ഒരു ഇഞ്ച് കനത്തിലൊക്കെ വരുന്ന ഇതുപോലുള്ള ക്യൂബ്സായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിൽ തന്നെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. മത്തങ്ങ പ്രത്യേകിച്ച് നന്നായിട്ട് ഉടയുന്ന സംഭവമല്ലേ, അപ്പോൾ ഇതുപോലെ ക്യൂബ്സായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിനകത്തോട്ടേക്ക് നമ്മുടെ വേവിച്ച് വെച്ച മൺപയറാണ് കേട്ടോ ഇത്, അതും ഇട്ട് കൊടുത്തു, നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ എരിവ് പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പം എരിവ് പാകത്തിന് പറയുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു പച്ചമുളകും കൂടെ അരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് ചുവന്ന മുളകും വറുത്തിടും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അത് അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി അരപ്പിന് ഇതേ ഞാൻ ഒരു നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് കേട്ടോ. പിന്നെ അരപ്പിനായിട്ട് നമുക്ക് തേങ്ങ വളരെ കുറച്ചേ വേണ്ടുള്ളൂ, ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ജീരകം ഇടുന്നത് മിസ്സായിപ്പോയി, കാരണം എൻ്റെ ക്യാമറ ബന്ധായി, സ്റ്റോറേജ് ഇല്ലയെന്ന് പറഞ്ഞിട്ട്. ഇത് പഴയ ക്യാമറയിലാണ്. അപ്പോൾ ആ തേങ്ങയും ജീരകവും മുളകും കൂടി അരച്ചത് ഒന്ന് ചതച്ചെടുത്തത് നമ്മളിതേ വേവിച്ച് ഇതിനകത്തോട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഡ്രൈ ആണ്, ഇങ്ങനെയല്ല, കുറച്ച് ജാറ് കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എലിശ്ശേരി കുറച്ചൊരു അയഞ്ഞ പരുവത്തിനല്ലേ, ഡ്രൈ തോരൻ പോലെ അല്ലല്ലോ. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിനാക്കിയിട്ട് നന്നായിട്ടൊന്നിനി നമുക്ക് തിളപ്പിച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ പോലെ തേങ്ങ വറുത്ത് ചേർക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കേണ്ടതാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ മൊബൈൽ കുറേ വീഡിയോസൊക്കെ ഞാൻ കളഞ്ഞ് ഏകദേശം ഒന്ന് ലെവലാക്കിയെടുത്ത് ഇതേ മൊബൈലിൽ തന്നെ വീണ്ടും താളിച്ചൊഴിക്കുകയാണ്. അപ്പോൾ സ്പീഡിലാക്കുന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കടുക് പൊട്ടിച്ചു, കറിവേപ്പില, ഉഴുന്നുപരിപ്പ്, ചുവന്നമുളകും ഇട്ടു കേട്ടോ. എന്നിട്ട് അത് മൂത്ത് വന്ന സമയത്താണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ നിറാവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോഴേക്കും എൻ്റെ മൊബൈൽ വീണ്ടും സ്റ്റോറേജ് പോയിട്ടോ, അതിൻ്റെ പഴയ മൊബൈൽ തന്നെ എടുത്തു. അപ്പോൾ ഇതേ നമ്മൾ ആ തേങ്ങ വറുത്തെടുത്തത് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തു. സംഭവം ഇത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഇതിങ്ങനെ തന്നെ ഒന്ന് മൂടി വെക്കട്ടോ, തേങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റ് അതിനകത്തേക്ക് വരാൻ. അപ്പോൾ അത്ര സിമ്പിളായിട്ടല്ലേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വറുത്തിട്ട് തേങ്ങയുടെയൊക്കെ മണം ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാനുണ്ടല്ലോ ഇവിടെ സത്യം പറഞ്ഞാൽ ചോറിനൊപ്പം അല്ല കേട്ടോ, ഞങ്ങൾക്ക് ചപ്പാത്തിക്കൊപ്പവും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് സദ്യക്ക് പകരമായിട്ട് സദ്യക്കൊപ്പം കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണൂർ സ്റ്റൈലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ള സ്റ്റൈൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.